പാലക്കാട് UDF സ്ഥാനാർത്ഥി 1425 വോട്ടുകൾക്ക് തന്നെ മുന്നിട്ട് നിൽക്കുകയാണ്. പാലക്കാട് നിന്ന് പ്രസാദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രസാദാണോ സരീഷാണോ? പ്രസാദാണെന്ന് തോന്നുന്നു. സരീഷ് എന്താണ് പുതിയ വിവരങ്ങൾ വല്ലതും ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ 1425 വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കാരണം നേരത്തെ ഒരു ഇടവേളയായിരുന്നു. 7 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇടവേള എടുക്കുകയായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള റൗണ്ട് കൂടി. പക്ഷേ ഇനി നഗരസഭയിൽ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് 6 ബൂത്തുകൾ മാത്രമാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. അത് പിന്നീട് പിരായിരി പഞ്ചായത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ പിരായിരി പഞ്ചായത്തിൽ സ്വാഭാവികമായും കോൺഗ്രസിന് വലിയ ലീഡ് ഉയർത്താൻ സാധിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ ഈ പിരായിരിയിൽ LDF-ഉം ഒപ്പം UDF-ഉം തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. അവിടെ NDAക്ക് അത്രത്തോളം ശക്തി കേന്ദ്രമല്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സരിന്റെ നമ്മൾ വലിയ നേട്ടമുണ്ടാക്കും എന്ന് പറഞ്ഞ് സരിന്റെ കൂടി വോട്ട് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിനനുസൃതമായി ഈ UDF-ന്റെ വോട്ട് വലിയ രീതിയിൽ ഉയരും. ഒരുപക്ഷെ 3000 വോട്ടിന് അല്ലെങ്കിൽ 2000-ന് മുകളിലേക്ക് ഒരുപക്ഷെ ഈ റൗണ്ട് കഴിയുമ്പോൾ പോലും ഈ അടുത്ത റൗണ്ട് കഴിയുമ്പോൾ 9-ഓ 10-ഓ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും UDF-ന്റെ ഭൂരിപക്ഷം ഒരു 2000-ലേക്കൊക്കെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എക്കാലത്തും കഴിഞ്ഞ തവണയൊക്കെ ഷാഫി പറമ്പിലിന് ഏറ്റവും കൂടുതൽ ലീഡ് കൊടുത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം കഴിഞ്ഞ തവണ 2021-ൽ 6000 വോട്ടിന്റെ ലീഡ് NDAക്ക് ഉണ്ടായിരുന്നു. അത് കവർ ചെയ്ത് അതിനപ്പുറത്തേക്ക് 2000 വോട്ടിന്റെ ലീഡ് കൊടുത്ത ഒരു സ്ഥലമാണ് പിരായിരി പഞ്ചായത്ത്. അപ്പോൾ അത്രത്തോളം വോട്ടുകൾ ഏകീകരിക്കാൻ അല്ലെങ്കിൽ സമാഹരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട്. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ പിരായിരി പഞ്ചായത്തിലെ കണക്കുകൂടി എടുത്താണ് 12,000 ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്ന് UDF ക്യാമ്പ് തന്നെ കണക്ക് കൂട്ടിയത്. പിരായിരി പഞ്ചായത്തിൽ വോട്ട് കുറവാണ് എന്ന് മാധ്യമങ്ങളൊക്കെ പറഞ്ഞപ്പോഴും അല്ല, പിരായിരിയിൽ UDF വോട്ട് മുഴുവൻ പോൾ ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതും ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത 3 റൗണ്ട് വരുമ്പോൾ എത്രത്തോളം ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകും, UDF-ന് വിജയിക്കാനാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതിനപ്പുറത്തേക്ക് പിന്നീട് മാത്തൂരും അവസാന ലാപ്പിലാണ് കണ്ണാടിയും വരുന്നത്. കണ്ണാടിയിൽ ഒരുപക്ഷെ വലിയ രീതിയിൽ LDF-ന് വോട്ട് സമാഹരിക്കാൻ അല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ സാധിക്കുന്ന മേഖലയാണ്. അപ്പോൾ ഇനിയുള്ള മേഖലകളിൽ ഒരുപക്ഷെ പിരായിരിയിലും എന്തായാലും ചേലക്കരയിൽ ഇനി കൺഫ്യൂഷൻ ഇല്ല. പാലക്കാടും വലിയ മുന്നേറ്റത്തിലാണ് UDF എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം.